ഏട്ടൻ നമ്മളെയൊക്കെ വലിയൊരു പറ്റിയിൽ പറ്റിച്ചു. എന്താണെന്ന് അറിയണ്ട രസം എന്താണെന്ന് വെച്ചാൽ ഒടിയിന് വേണ്ടി ലാലേട്ടൻ അമേരിക്കയിൽ പോയിട്ട് മുഖമൊക്കെ ശരിയാക്കി ചപ്പാത്തി പരത്തിയ പോലെ ആക്കി. പിന്നെ അത് ശരിയാക്കാൻ പറ്റാത്ത കാരണം മൂപ്പര് താടി വളർത്തി 2-3 കൊല്ലം 2-4 കൊല്ലം നടന്നു എന്നൊക്കെ നമ്മൾ പൊതുവെ എല്ലാവരും പറഞ്ഞതും സോഷ്യൽ മീഡിയ പറഞ്ഞതും എല്ലാവരും പറഞ്ഞതും. പക്ഷേ അതൊന്നല്ല സത്യം. സത്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു 10-60 വയസ്സായി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 60 വയസ്സായ ആൾ അമേരിക്കയിൽ പോയിട്ട് ഈ ഒരു സർജറിന് ആ സർജറി ചെയ്ത് കഴിഞ്ഞാൽ 60 വയസ്സ് എന്നുള്ളത് 30 വയസ്സാവും. ആ 30 വയസ്സാവണത് എപ്പോഴാണ്? ഇത് ചെയ്ത വഴിക്ക് പിറ്റേ ദിവസം 30 വയസ്സാവില്ല. അതിനൊരു സമയമുണ്ട്. അത് സമയം എന്ന് പറഞ്ഞാൽ ഒരു 2-3 കൊല്ലം പിടിക്കും. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ മുഖത്തൊക്കെ ഈ ചുളിവുകൾ വരും. ഈ ചുളിവുകൾ വരുന്ന മുഖത്തിനെ അത് സർജറി ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ വലിച്ചു മുറുകി ഇതിൻ്റെ അടിയിലുള്ള കംപ്ലീറ്റ് കൊഴുപ്പുകളെടുത്ത് മാറ്റി ഇതിനെ കംപ്ലീറ്റ് ഒരു സെറ്റാക്കിയിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ട് സെറ്റ് ചെയ്യുക. ഇവിടെ കൊണ്ടുവന്ന് സെറ്റ് ചെയ്യുമ്പോൾ കംപ്ലീറ്റ് കൊണ്ട് ഫാറ്റായിട്ട് നല്ല സിമെൻ്റ് ഇട്ട പോലെയാവും മുഖം. ആ സിമെൻ്റ് ഇട്ട പോലെ ആയിട്ട് മുഖം നിൽക്കുന്ന സമയത്ത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അടിയിലത്തെ മജ്ജയും മാംസയും കൊഴുപ്പും എല്ലാം അതിനോട് കൂടിയിട്ട് അങ്ങോട്ട് പോകണം. അപ്പോൾ എന്തുണ്ടായി? മുഖം നമ്മൾ കവളൊട്ടിയിട്ട് പിന്നെ ആ കവളൊട്ടിയ പോലെ നമ്മൾ 2 കൊല്ലം 3 കൊല്ലം നടക്കണം. അപ്പോൾ ആ കവളൊട്ടിയ കവളിലെ ഉള്ളിൽ ഇനി വീണ്ടും ദശ വന്ന് അതുപോലെ തന്നെ കൊഴുപ്പ് വന്ന് കൊളസ്ട്രോൾ വന്ന് നമ്മൾക്ക് ആ പുതിയ ഒരു സ്കിന്നിൻ്റെ രീതിയിലേക്ക് അങ്ങോട്ട് മാറണം. അതിന് സമയമെടുക്കും. ലാലേട്ടൻ ഒടിയൻ കണ്ടിട്ട് ഒടിയിൽ അഭിനയിക്കാൻ വേണ്ടിയിട്ട് മുഖം ശരിയാക്കിയ ആളൊന്നല്ല. അതൊക്കെ നമ്മൾ വിചാരിച്ചാണ്, അങ്ങനെ ആണ് ഉദ്ദേശിച്ചതെന്ന് വിചാരിച്ചു. പക്ഷെ അങ്ങനെ എന്തുണ്ടാകുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ അതങ്ങോട്ട് ലാലേട്ടൻ പോയിട്ട് ചെയ്തു മുഖം അങ്ങോട്ട് ശരിക്ക് ഒടിയിൽ കണ്ട അതേ മുഖം വെച്ച് എല്ലാ പടത്തിലും അഭിനയിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ആ മുഖം ഒടിയിലൊരു പുതിയ മുഖമായി മാറുകയും ചെയ്തു. അത് കഴിഞ്ഞ് മൂപ്പര് താടി വളർത്തി അഭിനയം തുടങ്ങി. ഒരു 3 കൊല്ലം കഴിഞ്ഞ് 3-3.5 കൊല്ലം കഴിഞ്ഞതിന് ശേഷം ഹൃദയപൂർവ്വം തുടരും എന്ന സിനിമയിൽ നമ്മൾ ലാലേട്ടനെ കണ്ടു. എന്ത് സുന്ദരന കംപ്ലീറ്റ് അതിൻ്റെ. അപ്പോൾ അത്രയും നാൾ താടി വെച്ച് അത് മറച്ചു. അത് കഴിഞ്ഞ് താടി പഠിച്ചു കളഞ്ഞപ്പോൾ തന്നെ അതിൻ്റെ ഉള്ളിലുള്ള കംപ്ലീറ്റ് മാംസം, ഞാൻ നേരത്തെ പറഞ്ഞുള്ള സകല സാധനങ്ങളും സെറ്റായോടുകൂടിയിട്ട് മൂപ്പര് സുന്ദരനായി. ഒരു 30 വയസ്സ് കുറഞ്ഞു. ഇപ്പോൾ ലാലേട്ടൻ പഴയ ലാലേട്ടനായിട്ട് മാറി. അതാണ് അതിൻ്റെ ഒരു ഗിമ്മിങ്സ്. പിന്നെ അതുപോലെ തന്നെ മൂപ്പര് കണ്ണ് നോക്കിയില്ല. കണ്ണിന് എന്താ തിളക്കം നോക്കി. കണ്ണും ചെയ്തതുപോലെ നമ്മൾ പ്രായമാകുമ്പോൾ നമ്മുടെ കണ്ണാണ് ഏറ്റവും അധികം പ്രശ്നം ഉണ്ടാക്കുക. ആ കണ്ണിൻ്റെ കളറ് മാറും. ആ കളറ് മാറുന്നത് അത് സർജറി ചെയ്തിട്ട് ചെറിയ കണ്ണാക്കുക. അപ്പോൾ കണ്ണിന് സർജറി ചെയ്തിട്ട് കണ്ണ് എത്ര ഭംഗിയാണെന്നറിയാം. മമ്മൂട്ടിയുടെ കണ്ണുണ്ട്, ഒരു ഭംഗിയില്ല. അതേപോലെ തന്നെ മമ്മൂട്ടി കണ്ണ് ചെയ്തിട്ടില്ല. കണ്ണ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിപ്പോൾ പല ആർട്ടിസ്റ്റുകളും കണ്ണ് ചെയ്തിട്ടില്ല. കണ്ണ് ചെയ്യണം. ഇപ്പോൾ ലാലേട്ടൻ്റെ കണ്ണ് കാണാൻ മനോഹരമാണ്. ലാലേട്ടനെ കാണാനായിട്ട് സുന്ദരനാണ്. 30 വയസ്സിൽ ലാലേട്ടൻ കുറഞ്ഞു. ഇതാണ് ഇതിൻ്റെ സത്യം.